അങ്ങനെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു. അച്ചായൻ പ്രിപ്പറിയാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെല്ലുള്ളി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പിലയുടെ തണ്ട് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മീൻ അവിടെ പാത്രത്തിലുണ്ട്, നന്നാക്കാൻ വെച്ചിരിക്കുന്നു. ഇത് കരിവേപ്പിലയാണ്. ഇവിടെ ചട്ടിയിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഉലുവയാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഉലുവ കിടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛൻ അതെല്ലാം എടുത്ത് വെളുത്തുള്ളി, പച്ചമുളക് വാരി വെതറി അതങ്ങനെ കിടന്ന് തിളക്കിയാണ്. അങ്ങനെ കിടന്ന് തിളച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം. അതെ, അല്ല, ഒരടി നീളമുള്ള കമ്പ് വെച്ച് ഇളക്കണം. ഉള്ളി വട്ടത്തിൽ അരിയരുത്. അതെ, ഉള്ളി വട്ടത്തിൽ അരിയരുത്, നീളത്തിൽ അരിയണം. ചെറു ചൂടിൽ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ലേശം കരിവേപ്പില, ആദ്യം കരിവേപ്പില തണ്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇല ഇട്ടിരിക്കുന്നു, ഇളകിയിരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ നല്ല ഇതേ കോമ്പിനേഷൻ തന്നെ. തക്കാളി എടുക്കാൻ മറന്നുപോയിരിക്കുന്നു. തക്കാളി കൂടെ എടുത്തിടാൻ പോവുകയാണ്. തക്കാളി ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി എടുത്തിരിക്കുന്നു. അത് കഴുകിയിരിക്കുന്നു. അങ്ങനെ അതെ, തക്കാളി ചെറുതായിട്ട് അറിയാം. തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അങ്ങനെ ചട്ടിയിൽ കിടന്ന് അങ്ങനെ ചെറു ചൂടിൽ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ ചുവന്ന നിറം ആയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിയൊക്കെ. അതാ മല്ലിപ്പൊടി ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നു. നമ്മുടെ കേരള സ്റ്റൈൽ മാറ്റി പറഞ്ഞില്ലേ, മല്ലിപ്പൊടി തന്നെ അല്ലേ? മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നു. മീൻകറിയുടെ സ്റ്റൈൽ മാറ്റി. അതായത് കോട്ടയം സ്റ്റൈലോ കോട്ടയം സ്റ്റൈലൊന്നുമല്ല, മലബാർ സ്റ്റൈലോ ഉടായിപ്പ് സ്റ്റൈൽ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മീൻകറിയാണ്. ലേശം മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി ആദ്യം തൂവാൻ പോണ 2 ടീസ്പൂൺ മുളക് പൊടി. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത് പരീക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള കഴിക്കാനുള്ളതല്ല. ഇതാ മഞ്ഞൾപ്പൊടി സ്പൂണില്ലാതെ കൊട്ടിയിട്ടിരിക്കുന്നു. പക്ഷെ അത് 1/2 സ്പൂൺ പോലും ഇല്ല, ഒരു ചെറിയ ടീസ്പൂൺ പോലും ഇല്ല. കഷ്ടമായിപ്പോയി. അതെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ട് അങ്ങനെ ഇളക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മെല്ല് കണ്ടാൽ തോന്നും വല്ല ഇറച്ചിക്കറി വല്ലതും വെക്കുകയാണെന്ന്. പക്ഷെ അത് മീൻകറിക്കുള്ളതാണ്. അങ്ങനെ മനോഹരമായിട്ട് ഇളക്കുക. അതെ, ഇനി ഇടാനുള്ളത് വെള്ളം ഒഴിക്കണം.
വെള്ളം അടിക്കാൻ. ഇനി അതിലേക്ക് വേണ്ടത് ഇതാ തക്കാളി ചേർക്കാൻ പോവുകയാണ്. തക്കാളിയാണത്, ചെറുതായിട്ട് അരിഞ്ഞ് കണ്ടല്ലോ, അതങ്ങനെ ചേർക്കാൻ പോവുകയാണ്. അതാ ചേർത്തിരിക്കുന്നു, തട്ടിയിട്ടിരിക്കുന്നു. അതങ്ങനെ കിടന്ന് മൂത്തോണ്ടിരിക്കണം. കണ്ട പുക പൊന്നുന്നുണ്ട്, ചുമയ്ക്കും. കാരണം മുളകും ആ ചുമച്ചാലാണ് അതിന്റെ ആ കോമ്പിനേഷൻ, അതാണ് അതിന്റെ ആ ടേസ്റ്റിന്റെ ഒരു ഘടകമാണ്. അങ്ങനെ ചുമ വരുന്ന വരെ അത് കിടന്ന് വേവണം, എണ്ണയിൽ കിടന്ന് അങ്ങനെ ഇതാവണം. അപ്പൊ ഈ ചുമക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട കാരണം അതങ്ങനെ കരിയാണ്, ഒരു ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ കരിഞ്ഞതിലാണ് അതിന്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നു, ഇതാ ശബ്ദം കേട്ടല്ലോ, വെള്ളം ചേർത്തിരിക്കുന്നു. കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ്, നല്ല ആവി വരുന്നുണ്ട്. വെള്ളം ചേർത്തിരിക്കുന്നു, ലേശം വെള്ളം ചേർത്ത് ഇപ്പൊ കുഴമ്പ് പരുവത്തിനായി, ചെറിയ സെമി കുഴമ്പ് പരുവത്തിനൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അതാ വീണ്ടും അതിനകത്തേക്ക് കരിവേപ്പിലിട്ടിരിക്കുന്നു വീണ്ടും. പിന്നെ അതാ കുടംപുളി കൂടെ വിതറിയിരിക്കുന്നു, ഒരു 4-5 കഷ്ണം കുടംപുളി അതിനകത്തിട്ടിരിക്കുന്നു. ഇനി അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തീ കണ്ടോ ഇതുപോലെ കത്തിക്കണം, കണ്ടോ ചുമച്ചിരിക്കുന്നു. ആ ചുമയാണ് അതിന്റെ പരുവം എന്നാണ് പറയുന്നത്. കണ്ടോ തുമ്മിക്കൊണ്ടിരിക്കുന്നു. ഈ മീനിന്റെ ടേസ്റ്റ് അതിലാണ് ഇരിക്കുന്നത്. ആ തുമ്മലും ചുമയും വരുന്നവരെ ഇളക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാമോ? അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിൽ അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്, അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് മീൻ കഷ്ണങ്ങൾ തിളയ്ക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിടണം. ലേശം ഉപ്പ് കൂടെ ചേർക്കണം, അത് മറന്നു പോയിരിക്കുന്നു. അത് മൂടി വെച്ചിരിക്കുന്നു, ഇതാ മൂടി വെച്ചിരിക്കുന്നു. ഇനി ഇതാ ഫ്രഷ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മീൻ വെട്ടാൻ പോവുകയാണ്. മീൻ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മീൻ ഇതാ പാത്രത്തിൽ കിടന്ന് പിടയ്ക്കുന്ന മീനാണ്. നല്ല കടലിൽ നിന്ന് പിടിച്ച മത്തി അതുപോലെ വെള്ളത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മീൻകറി ഉണ്ടാക്കിയ ഉദ്ദേശം അറിയാം. വെള്ളിയാഴ്ച ബാച്ചിലേഴ്സ് റൂം ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേൽക്കാം, ഫാമിലി അങ്ങനെ എഴുന്നേൽപ്പിക്കാം. അതെ, സംഗതി മീനിന്റെ ഉള്ളിലുള്ള കറുത്ത കഷ്ണങ്ങളെല്ലാം ആ കറുത്ത അതൊക്കെ നന്നാക്കി 2 ടേബിൾ സ്പൂൺ അങ്ങനെ മത്തി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്തി നന്നായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ ചട്ടിയിൽ ചെറു ചൂടിൽ ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളെല്ലാം അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്, അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മീൻ പകുതി നന്നാക്കിയതാണ്. നമ്മളൊന്നുകൂടി അതിന്റെ ആ ചെളുക്കയെല്ലാം ചികിള, അതായത് സ്കെയിൽസ് എല്ലാം ഒന്ന് കട്ടി ചെയ്ത് സ്കെയിൽസ് എന്താ പറയാ, സ്കെൽസ് എല്ലാം അതെല്ലാം അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാനിൽ വെട്ടി ശരിയായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അതെ ഇവിടെ പിന്നെ ബാച്ചിലേഴ്സിന്റെ ഒരു പ്രിയപ്പെട്ട വിഭവമായ ഇഡ്ഡലി ഇവിടെ തയ്യാറായിരിക്കുന്നു. അതിനകത്തേക്കുള്ള ചട്നി ഇതാ ഈ മിക്സിയിൽ റെഡി ആയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇത് മനോഹരമായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇതങ്ങനെ നോക്കൂ, ഇതിന്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കണ്ടോ മീൻകറിക്കുള്ള ആ ഒരു ഇതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് നമ്മള്. കാരണം ഇത് പതുക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും അവിടെ മീൻ കട്ട് ചെയ്ത് ശരിയായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫ്രഷ് പീസ് ഓഫ് ഫിഷ് അതാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ശൽക്കങ്ങൾ